السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وآله وصحبه الفائزين. وإلى ثمود أخاهم صالحا قال يا قوم اعبدوا الله ما لكم من إله غيره قد جاءتكم بينة من ربكم هذه ناقة الله لكم آية فذروها تأكل في أرض الله ولا تمسوها بسوء فيأخذكم عذاب أليم. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത് മഹാനായ സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സംഭവമാണ്. സമൂദ് നിവാസികളിലേക്കാണ് സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു അയച്ചത്. സമൂദ് നിവാസികൾ എന്ന് പറയുമ്പോൾ വലിയ ഒട്ടകങ്ങളെ കൊണ്ടും കന്നുകാലികളെ കൊണ്ടും ക്ഷേമത്തിലും സൗകര്യത്തിലും അല്ലാഹു തആല എല്ലാ നിഅമത്തും ചെയ്തു കൊടുത്ത വിഭാഗം. പക്ഷെ അവർ അല്ലാഹുവിനെ ധിക്കരിച്ചു, വിഗ്രഹാരാധന തുടങ്ങിയപ്പോൾ അവരെ നന്നാക്കാൻ വേണ്ടിയാണ് അല്ലാഹു സ്വാലിഹ് നബിയെ അയച്ചത്. അല്ലാഹു ആ സംഭവം ഇങ്ങനെയാണ് പറയുന്നത്: വഇലാ സമൂദ അഖാഹും സ്വാലിഹ. സമൂദിലേക്ക് അവരുടെ സഹോദരൻ, പുറത്തുനിന്നല്ല, പുറത്തുനിന്ന് കൊണ്ടുവന്ന് അംഗീകരിക്കൂല. വഇലാ സമൂദ അഖാഹും സ്വാലിഹ, അവരുടെ തന്നെ സഹോദരൻ സ്വാലിഹിനെ നമ്മൾ അയച്ചു. സ്വാലിഹ് നബി വന്നിട്ട് പറഞ്ഞു: ഖാല യാ ഖൗമി ഇബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു. ഖൗമേ, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കുക. അല്ലാഹു അല്ലാതെ വേറെ ഒരു ഇലാഹ് നിങ്ങൾക്കില്ല. എല്ലാ പ്രവാചകന്മാരും വന്നിട്ട് പറയുന്നത് തൗഹീദിന്റെ വിഷയമാണ്. അപ്പൊ ഖൗമേ, നിങ്ങൾക്ക് അല്ലാഹു അല്ലാതെ വേറെ ഒരു ദൈവമില്ല എന്ന് പറഞ്ഞപ്പോ ഈ ഖൗമ് അംഗീകരിക്കുന്നില്ല. ഖൗമ് വെല്ലുവിളിക്കാൻ തുടങ്ങി. എന്ത് തെളിവാണ് നിങ്ങൾ പ്രവാചകനാണ് എന്നതിന് എന്ന് ചോദിച്ചു. അപ്പോ പറഞ്ഞു, എന്ത് തെളിവാണ്? അയ്യത്ത ആയത്തിൻ തുരീദൂൻ, നിങ്ങൾ എന്ത് ആയത്താണ്, എന്ത് തെളിവാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അപ്പൊ പറഞ്ഞു, ഞങ്ങളുടെ അമ്പലത്തിൽ ഒരു പെരുന്നാളുണ്ട്, ആ പെരുന്നാളിന് നിങ്ങൾ വരണം. എന്നിട്ട് അവിടെ വെച്ച് ഞങ്ങളുടെ ദൈവത്തോടും ദുആ ചെയ്യാ, നിങ്ങളുടെ ദൈവത്തോടും ദുആ ചെയ്യാം. എന്നിട്ട് ആർക്കാണ് ഉത്തരം കിട്ടുന്നത് എന്ന് നമുക്ക് നോക്കാം, അതടിസ്ഥാനത്തിൽ നമുക്ക് തീരുമാനിക്കാം എന്ന്. അങ്ങനെ പെരുന്നാൾ വന്നു, അവരുടെ ആളുകളൊക്കെ വന്നു, സ്വാലിഹ് നബിയും വന്നു. സ്വാലിഹ് നബി പറഞ്ഞു, ആദ്യം നിങ്ങൾ ദുആ ചെയ്യും. അവരവരുടെ ദൈവങ്ങളെ വിളിച്ച് ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞു, ഒന്നും നടന്നില്ല. രണ്ടാമത് സ്വാലിഹ് നബിയുടെ ഊഴമാണ്. സ്വാലിഹ് നബിയോട് ചോദിച്ചു, എന്താണ് വേണ്ടത്? അപ്പോ അവിടെ മലമുകളിൽ വലിയൊരു പാറയുണ്ട്. ഈ പാറയിൽ നോക്കിയിട്ട് അവരുടെ നേതാവ് ജുന്ദുർ എന്ന് പറയുന്ന അവരുടെ നേതാവ് പറഞ്ഞു, ആ പാറ ചൂണ്ടിക്കാണിച്ചിട്ട്, പ്രസവിക്കുന്ന പാല് തരുന്ന ഒരു ഒട്ടകത്തിനെ നീ ഈ പാറക്കുള്ളിൽ കൊണ്ടുവരണം, ഒട്ടകത്തിനെ തരണം എന്ന്. മഹാനായ സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം 2 റക്അത്ത് നിസ്കരിച്ചു. നിസ്കരിച്ചതിന്റെ ശേഷം ആ പാറയുടെ സമീപത്ത് വെച്ച് ദുആ ചെയ്തു. പാറ ചേർത്ത് വീർത്ത് വന്നു. അല്പം കഴിഞ്ഞേക്ക് പാറ വിടർന്നു. ആ പാറയുടെ ഉള്ളിൽ നിന്ന് ഒട്ടകം വന്നു. ഒരു അലവലോടെ ഒട്ടകം പുറത്തേക്ക് വന്നു. ഒട്ടകം വന്നു എന്ന് മാത്രമല്ല, ഒട്ടകം പ്രസവിക്കുകയും ചെയ്തു. സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഖൗമിനോട് പറഞ്ഞു, ഖൗമേ, ഇതാ അല്ലാഹുവിന്റെ ആയത്ത് വന്നിരിക്കുന്നു. ഖദ് ജാഅത്കും ബയ്യിനത്തും മിനല്ലാഹ്, അല്ലാഹുവിന്റെ വക്കൽ നിന്ന് തെളിവ് വന്നിട്ടുണ്ട്. ഇതാ, ഇത് അല്ലാഹുവിന്റെ ഒട്ടകമാണ്. ഹാദിഹി നാഖത്തുല്ലാഹി ലക്കും ആയ, ഇത് അല്ലാഹുവിന്റെ ഒട്ടകമാണ്. ആ ചേർത്ത് പറയൽ നിങ്ങൾ ശ്രദ്ധിക്കണം. നാഖത്തുല്ലാഹ്,
ഇത് അള്ളാന്റെ ഒട്ടകമാണ്. ചേർക്കുന്നത് ഒരു വിഷയത്തെ ഏതൊന്നിലേക്കാണോ ചേർക്കുന്നത് അതിനനുസരിച്ച് അതിന് സ്ഥാനം കൂട്ടും. ഇത് വല്ലിപ്പാന്റെ ചെരുപ്പാണ് എന്ന് പറഞ്ഞാൽ, ഇത് ഉസ്താദിന്റെ ചെരുപ്പാണ് എന്ന് പറഞ്ഞാൽ ചെരുപ്പ് എന്ന സാധനത്തിന് വില കുറവാണ്. പക്ഷെ ആ ചേർക്കൽ കൊണ്ട് എത്രോ അതിന് വില കൂടും. അതുകൊണ്ടാണ് ചേർത്തുകൊണ്ട് തന്നെ പറഞ്ഞത് ഹാദിഹി നാഖത്തുല്ലാഹ്, ഇത് അള്ളാന്റെ ഒട്ടകാണ്. എല്ലാം അള്ളാന്റെ തന്നെയാണ്, പക്ഷെ ഇത് ചേർത്ത് പറഞ്ഞിരിക്കുകയാണ്. ഹാദിഹി നാഖത്തുല്ലാഹി ലക്കും ആയ, ഇത് അള്ളാഹുവിന്റെ ഒട്ടകമാണ്. ദറൂഹ, നിങ്ങൾ അതിനെ വിടണം. തെറുക്കുൽ ഫി അർദില്ലാ, അള്ളാഹുവിന്റെ ഭൂമിയിൽ അത് തിന്ന് നടന്നോട്ടെ. വലാ തമസ്സുഹാ ബിസൂഇൻ, നിങ്ങൾ മോശമായിട്ട് ഒട്ടകത്തെ ഒന്നും ചെയ്യരുത്. ഫയഖുദകും അദാബുൽ അലീം, അങ്ങനെ ചെയ്താൽ വേദനിക്കുന്ന ശിക്ഷ നിങ്ങൾക്ക് ഉടൻ വരും. ഇതൊക്കെ സ്വാലിഹ് നബി ഉപദേശിച്ചു. അള്ളാഹ് പറഞ്ഞിട്ട് ചെയ്യാണ്. കാരണം ഇനി എന്താ ഉണ്ടാകാൻ പോകുക എന്നത് റബ്ബിനറിയാം. അവർ നേരത്തെ പറഞ്ഞു പാല് തരുന്ന ഒട്ടകമാണ് എന്ന്. എല്ലാവർക്കും പാല് കൊടുക്കാമെന്ന് തീരുമാനിച്ചു. അവർക്കാകെ ഉള്ളത് ഒരു ജലാശയമാണ്. ആ ജലാശയം അവർ മുഴുവൻ ഒട്ടകങ്ങളും കാലികളും ഉള്ള വിഭാഗമായതുകൊണ്ട് എല്ലാവരും ഉപയോഗിക്കുന്ന ജലാശയമാണ്. സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം നിർദ്ദേശിച്ചു, ഒരു ദിവസം നിങ്ങൾ ജലാശയം ഉപയോഗിക്കുക. അന്ന് നിങ്ങളെ കന്നുകാലികൾക്ക് വേണ്ടതെല്ലാം നിങ്ങൾ സ്റ്റോർ ചെയ്തോളി, കന്നുകാലികളെ കൊണ്ട് കുടിപ്പിച്ചോളി. പക്ഷെ പിറ്റത്തെ ദിവസം നിങ്ങൾ ജലാശയത്തിലേക്ക് വരരുത്. പിറ്റത്തെ ദിവസം ജലാശയം മുഴുവൻ ഒട്ടകത്തിന് വിട്ടുകൊടുക്കണം, അള്ളാഹുവിന്റെ ഒട്ടകത്തിന് വിട്ടുകൊടുക്കണം. അന്നത്തെ ദിവസം ആ ഒട്ടകം ആ ജലാശയത്തിൽ വന്നാൽ അതിന് തലയിട്ടാൽ മുഴുവൻ കുടിച്ച് തീർത്തിട്ട് ഒട്ടകം അവിടുന്ന് പിന്മാറുകയുള്ളൂ എന്നാണ് പറയുന്നത്. അങ്ങനെ ഒട്ടകം വന്ന വഴിയിൽ തിരിച്ചു പോകൂല. ഒട്ടകം നാടൊട്ടാകെ ചുറ്റി നടക്കുന്നത്. എല്ലാവർക്കും സൗകര്യത്തിന് വേണ്ടി ഒട്ടകം ഈ തെരുവുകളിൽ, ജംഗ്ഷനുകളിൽ ഒട്ടകം നിന്ന് കൊടുക്കുന്നു. നമ്മുടെ മീൻ വണ്ടി വന്നാൽ ജംഗ്ഷനിൽ നിന്നാല് ആ പരിസരത്തുള്ള എല്ലാവരും വന്ന് മീൻ വാങ്ങുന്നത് പോലെ എല്ലാവർക്കും പാല് ചേർത്തി കൊടുക്കുന്നു. ഇഷ്ടം പോലെ അവരെ തിന്നുന്നു, ഇഷ്ടം പോലെ അവരെ കുടിക്കുന്നു. അങ്ങനെ ഇതായിരുന്നു ഒട്ടകത്തിന്റെ സിസ്റ്റം ഉണ്ടായിരുന്നത്. അപ്പോഴോ അവരെ കൂട്ടത്തിൽ ഉലൈസ എന്ന് പറയുന്ന ഒരു പെണ്ണ്. അവിടെ വിഷയം ഉണ്ടായത് വെച്ചാല് ഈ ഒട്ടകം തണുപ്പുണ്ടാകുമ്പോൾ ചൂടുള്ള ഏരിയയിലേക്ക് മാറും, ചൂടുണ്ടാകുമ്പോൾ തണുപ്പുള്ള ഏരിയയിലേക്ക് മാറും. അപ്പൊ അവരുടെ ജീവജാലങ്ങള്, കന്നുകാലികള് റെസ്റ്റ് എടുക്കുമ്പോ ഈ ഒട്ടകം വന്നാല് ഇവരെല്ലാവരും മാറിപ്പോകുന്നു. ചരിത്രം പറയുന്നത് ഇത് അള്ളാഹുവിന്റെ ഒട്ടകമാണ് എന്ന നിലക്ക് ബഹുമാനിച്ചുകൊണ്ട് അവർ മാറി നിൽക്കുകയാണ് എന്നാണ് പറയുന്നത്. എല്ലാവർക്കും അറിയാലോ ഇവിടുത്തെ അള്ളാഹുവിനെ പറ്റിയുള്ള ബോധവും ചിന്തയും എല്ലാ ജീവജാലങ്ങൾക്കും ഉണ്ടല്ലോ. അങ്ങനെ ഇത് മാറുമ്പോൾ തണുപ്പുള്ള ഏരിയയിൽ നിന്ന് അവരുടെ ജീവജാലങ്ങൾ മാറുന്നു, ചൂടുള്ള ഏരിയ പോകുമ്പോഴും അവരുടെ കന്നുകാലികൾ മാറുമ്പോൾ അവർക്ക് വലിയ പ്രയാസം. ഉലൈസ എന്ന് പറയുന്ന ഒരു പെണ്ണ് ധാരാളം ഒട്ടകങ്ങളുള്ള ചെറുപ്പക്കാരിയായ പെണ്ണാണ്. അവൾക്ക് തീരെ സഹിച്ചില്ല. അവൾ പറഞ്ഞു, ഈ ഒട്ടകത്തിന്റെ വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കാൻ കഴിയുന്നത് ആർക്കാണോ അവർക്ക് എന്നെ വിവാഹം ചെയ്യാം എന്ന് ഒരു ഓഫർ അവൾ വെച്ചു. അപ്പോഴാണ് അവരെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും മോശക്കാരനായ ഖുദാർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഓഫർ ഏറ്റെടുത്തു. ചരിത്രം പറയുന്നത് അവൻ ജാരസന്തതിയാണ്, ശരിയായ വാപ്പയില്ലാത്ത കുട്ടിയാണ് എന്നാണ്. അവൻ വന്നിട്ട് അവൻ ഒട്ടകം വരുന്ന സ്ഥലത്ത് അവൻ പതിയിരുന്ന് ഒട്ടകം വരുമ്പോൾ അവൻ ഒട്ടകത്തിനെ കുത്തി മറിച്ചിട്ടു. പിന്നീട് അവൻ ഒട്ടകത്തിനെ അറുത്തു. അതിന്റെ ഇറച്ചി പലർക്കും ഓഹരി വെച്ച് കൊടുത്തു. വിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു, ഒട്ടകത്തിനെ അവരെ അറുത്തു കളഞ്ഞു. അള്ളാഹു അവർക്ക് വ്യാപകമായ ശിക്ഷ കൊടുത്തു. പിന്നീട് എന്താ ഉണ്ടായത്? സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഒട്ടകത്തിനെ അറുത്തു. അള്ളാഹ് നിങ്ങളോട് പറഞ്ഞത് വലാ തമസ്സുഹാ ബിസൂഇൻ ഫയഖുദകും അദാബുൻ അലീം, നിങ്ങൾ ഈ ഒട്ടകത്തെ ദ്രോഹിക്കരുത്, അള്ളാഹു ശിക്ഷിക്കുമെന്നല്ലേ പറഞ്ഞത്. ഇനി ഒരേ ഒരു പരിഹാരമുള്ളൂ,
ഒട്ടകത്തിന്റെ കുട്ടി എവിടെയെന്ന് അന്വേഷിക്കുക എന്ന്. ഒട്ടകത്തിന്റെ കൂടെ അതിന്റെ കുട്ടിയും ഉണ്ടായിരുന്നു. കുട്ടി എവിടെ അന്വേഷിക്കുക എന്ന് പറഞ്ഞപ്പോ ഈ തള്ളയ അറുത്ത സമയത്ത് കുട്ടി മലമുകളിലേക്ക് ഓടിപ്പോയിട്ടുണ്ട്. ആ ഭാഗത്ത് പോയി അവിടെയുള്ള ആളുകളോട് ചോദിച്ചപ്പോ ഈ കുട്ടി നേരെ വന്ന് ആ പാറയുടെ അവിടെ വന്ന് ഒരു കരച്ചിൽ കരഞ്ഞപ്പോ പാറ വീണ്ടും വിടർന്ന് വികസിച്ചു. ഈ കുട്ടി അതിന്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. സ്വാലിഹ് നബി പറഞ്ഞു, ഇനി രക്ഷയില്ല. ബുധനാഴ്ച ദിവസമാണ് സംഭവം ഉണ്ടായത്. ഇനി 3 ദിവസമേ നിങ്ങൾക്കുള്ളൂ. സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇത് പറഞ്ഞപ്പോ അവര് പറഞ്ഞു, നിങ്ങൾ പ്രവാചകനാണെങ്കിൽ നിങ്ങൾ ഈ മുന്നറിയിപ്പ് തരുന്നത് അതൊന്ന് വരട്ടെ, നമുക്കൊന്ന് നോക്കാം എന്ന് വീണ്ടും വെല്ലുവിളിച്ചു. സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, നാളെ നേരം വെളുക്കുമ്പോ നിങ്ങളുടെ മുഖത്തിന്റെ കളർ വ്യത്യാസപ്പെടും. അതിന്റെ അപ്പുറത്തെ ദിവസം വീണ്ടും മുഖത്തിന് വേറെ കളർ വരും. അതിന്റെ അപ്പുറത്തെ ദിവസം മുഖം ആകെ കറുത്തു പോകും. സ്വാലിഹ് നബിയും സ്വാലിഹ് നബിയോട് കൂടെ വിശ്വസിച്ച് കുറഞ്ഞ ആളുകളോടും അല്ലാഹു നാട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പറഞ്ഞു. സ്വാലിഹ് നബിയും മുഅ്മിനീങ്ങളും പുറത്തു പോയപ്പോൾ ശക്തമായ ഭൂകമ്പമുണ്ടായി. എല്ലാവരും അവിടെ തളർന്നു വീണു, മരിച്ചു വീണു എന്ന് ചരിത്രം, വിശുദ്ധ ഖുർആൻ 1-ലധികം സ്ഥലങ്ങളിൽ സ്വാലിഹ് നബിയുടെ സംഭവം എടുത്തു പറയുന്നു. അള്ളാഹു അവന്റെ ഖുർആൻ മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.